ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 താൽക്കാലികമായി നിർത്തിവെക്കാൻ പോകുന്നു എന്ന പ്രൊമോ ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ പേജുകളിലൂടെ അല്പസമയം മുൻപ് പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ ഒരുപാട് ബിഗ് ബോസ് പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുകയാണല്ലേ. അതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് അത്തരം ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത് എന്നതിന് ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ലൈവിൽ ഈ സംഭവത്തെക്കുറിച്ച് ബിഗ് ബോസ് പറയുന്നത് ഇപ്രകാരമാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നിട്ട് ബിഗ് ബോസ് വീട്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചും മേക്കപ്പ് സാധനങ്ങൾ അടിച്ചുമാറ്റി ഉപയോഗിക്കുന്നവരെയും ബിഗ് ബോസ് നിയമലംഘനങ്ങൾ നടത്തുന്നവരെയും അവസാന താക്കീതായി ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് വോൺ ചെയ്തിട്ട് പോവുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ആ നിയമലംഘനം നടത്തിയിരിക്കുകയാണ്. കയ്യിൽ ബാൻഡുള്ള വ്യക്തികൾക്ക് അത്യാവശ്യത്തിനുള്ള വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും ഉപയോഗിക്കുവാനുള്ള പെർമിഷൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഇത് അവർക്ക് മാത്രം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു പരിഗണനയാണ്. ഇന്ന് രാവിലെ തന്നെ കയ്യിൽ ബാൻഡുള്ള ആളുകൾ മറ്റുള്ള ലേഡി കണ്ടസ്റ്റൻസിന് മേക്കപ്പ് സാധനങ്ങളും മറ്റും ഷെയർ ചെയ്തുകൊണ്ട് ബിഗ് ബോസിൻ്റെ നിയമങ്ങളെല്ലാം ലംഘിച്ചിരിക്കുകയാണ്. ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയമലംഘനം നടത്തുന്ന ആളുകളുമായി ഒരുമിച്ച് പോവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മത്സരാർത്ഥികളായി യാതൊരു കാരണവശാലും കാണാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം സമയാസമയം എത്തിച്ചു തന്നോളാം. നിങ്ങളെ ഞങ്ങൾ ഗസ്റ്റായി പരിഗണിച്ചോളാം. നിങ്ങളുമായി യാതൊരു വിധത്തിലുള്ള ആശയവിനിമയത്തിനും ഞാൻ വരില്ല. ജിയോ ഹോട്ട്സ്റ്റാറിലോ ഏഷ്യാനെറ്റിലോ നിങ്ങളുടെ ഒരു കണ്ടൻറ്റും അപ്ലോഡ് ചെയ്യില്ല എന്ന് കർശനമായി തന്നെ ബിഗ് ബോസ് പറയുകയുണ്ടായി. ഇത് കേട്ടതോടുകൂടി മത്സരാർത്ഥികൾ എല്ലാവരും ഇടിവെട്ടേറ്റ പാമ്പിൻ്റെ അവസ്ഥയിലായി എന്ന് വേണമെങ്കിൽ പറയാം. അല്പസമയത്തിന് ശേഷം ക്യാപ്റ്റനും ഈ മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചിരുന്ന വ്യക്തികളും ഇനി ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലെന്ന ഉറപ്പിന്മേൽ മാത്രം ഈ ഷോ കണ്ടിന്യൂ ചെയ്യാം എന്ന് ബിഗ് ബോസ് ആവർത്തിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാനാവില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികൾക്ക് ലാലേട്ടനെയോ ബിഗ് ബോസിനെയോ യാതൊരു വിധത്തിലുള്ള ബഹുമാനവും ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് മത്സരാർത്ഥികൾ പലരും അവിടെ കാണിച്ച പ്രകടനം. 7ൻ്റെ പണികളുമായി ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയ ഇത്തരത്തിലൊരു അനൗൺസ്മെൻറ്റിന് ശേഷം ഞെട്ടിത്തെറിച്ചുകൊണ്ട് ക്യാപ്റ്റനും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ച മറ്റു കണ്ടസ്റ്റൻസും ക്ഷമാപണം നടത്തിയതിന് ശേഷമാണ് ഷോ പുനരാരംഭിച്ചത്. ഇത്തരത്തിലെ 7ൻ്റെ പണികൾ ഇവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ബിഗ് ബോസിന് പുല്ലുവില മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഈ വീക്ക് തന്നെ മറ്റൊരു മിഡ് വീക്ക് എവിക്ഷൻ വരുന്നുണ്ട്. ഈ മിഡ് വീക്ക് എവിക്ഷനിലൂടെ 2 കണ്ടസ്റ്റൻസ് ആയിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ച് മറ്റൊരു നോമിനേഷൻ കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്